തുടക്കകാലത്ത് മഞ്ജു വാര്യർ, മോഹൻലാൽ, ജയറാം, ദിലീപ്, സുരേഷ് ഗോപി തുടങ്ങിയവർക്കൊപ്പമൊക്കെയായിരുന്നു അഭിനയിച്ചിരുന്നത്. അന്ന് ചോക്ലേറ്റ് പയ്യനായി വിലസുകയായിരുന്ന കുഞ്ചാക്കോ ബോബനൊപ്പം ഒരു സിനിമ പോലും ചെയ്തിരുന്നില്ല. എന്നാൽ രണ്ടാം വരവിൽ ഇതുവരെ 2 ചിത്രങ്ങൾ കുഞ്ചാക്കോ ബോബനൊപ്പം മഞ്ജു അഭിനയിച്ചു കഴിഞ്ഞു. മടങ്ങി വരവിലെ ആദ്യ ചിത്രമായ ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബന്റെ ഭാര്യയായിട്ടാണ് മഞ്ജു എത്തിയത്. ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിന് ശേഷം മഞ്ജുവും കുഞ്ചാക്കോ ബോബനും ഒന്നിച്ചത് രാജേഷ് പിള്ള സംവിധാനം ചെയ്ത വേട്ട എന്ന ചിത്രത്തിന് വേണ്ടിയായിരുന്നു. ഈ ചിത്രത്തിൽ ചാക്കോച്ചൻ പ്രതിയും മഞ്ജു വാര്യർ പോലീസ് ഉദ്യോഗസ്ഥയുമാണ്. ചിത്രത്തിൽ പോലീസ് ഓഫീസറായ മഞ്ജു വാര്യർ കുഞ്ചാക്കോ ബോബനെ തല്ലുന്ന ഒരു രംഗമുണ്ട്. പക്ഷെ മഞ്ജു വാര്യരുടെ ആ ഷോട്ടിലെ പ്രകടനം സംവിധായകന് തൃപ്തിയായില്ല. കുഞ്ചാക്കോ ബോബന്റെ മുഖത്ത് കൈ കൊള്ളരുതെന്ന തരത്തിലാണ് മഞ്ജു അടിക്കുന്നത്. ഷോട്ട് ശരിയായില്ല, മഞ്ജു ശക്തമായി അടിക്കുമെന്ന് രാജേഷ് പിള്ള നിർദ്ദേശിച്ചു. ഒടുവിൽ മഞ്ജു കുഞ്ചാക്കോ ബോബന്റെ കരണ താഞ്ഞൊരടി കൊടുത്തു. ഷോട്ട് കഴിഞ്ഞ ശേഷം രാജേഷ് പിള്ള അടികൊണ്ട് വേദനിച്ച കുഞ്ചാക്കോ ബോബനെയും ശക്തമായി അടിച്ച മഞ്ജു വാര്യരെയും കൈകൊട്ടി അഭിനന്ദിച്ചു. പക്ഷെ സിനിമ റിലീസ് ചെയ്ത് അത് വിജയമാണെന്ന് അറിയുന്നതിന് മുൻപ് രാജേഷ് പിള്ള ലോകം വിട്ടുപോയി.